പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിനിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. യുവതി തൂങ്ങി മരിച്ചതാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. വടക്കഞ്ചേരി സ്വദേശിനി ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ട സംഭവം അത് യുവതി തൂങ്ങി മരിച്ചതാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുന്നത്. ഗോകുൽ വി എസ് ഉണ്ട്. ഗോകുൽ, ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്തായിരുന്നല്ലോ ബന്ധുക്കളുടെ ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഈ ദുരൂഹതയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. മറ്റു വിവരങ്ങൾ എന്താണ്? ബന്ധുക്കളുടെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നേഖയുടെ ഭർത്താവിനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നത്. പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ അതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഇതൊരു ആത്മഹത്യയാണെന്നാണ്. തൂങ്ങിയാണ് നേഹ മരിച്ചത് എന്നുള്ളതാണ് വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും ഇയാളെ വിട്ടിട്ടില്ല. കാരണം മറ്റ് പരാതികൾ, സ്വാഭാവികമായും ബന്ധുക്കൾ ഉന്നയിച്ച മറ്റു പല പരാതികളുണ്ട്. ഗാർഹിക പീഡനം അടക്കമുള്ള പരാതികൾ പലതും ബന്ധുക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും. അതിനുശേഷം ആവശ്യമാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇതൊരു കൊലപാതകമാണെന്നുള്ളൊരു കാര്യമാണ് ബന്ധുക്കൾ ആദ്യം ആരോപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വരുമ്പോൾ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഒരു കൊലപാതകത്തിലുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. മറിച്ച് ഇതൊരു ഹാങ്ങിങ് ഡെത്ത് അഥവാ തൂങ്ങി മരണമാണെന്നുള്ളതാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി വിശദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതിൽ മാത്രമാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അതേസമയം തന്നെ മറ്റ് പല ആരോപണങ്ങളും ഈ ഭർത്താവിനെതിരെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. നേഖയെ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അവർ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ അന്വേഷണം പോലീസ് നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ മറ്റു വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നുള്ളതാണ് ആലത്തൂർ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും അത് തന്നെയാണ്. മരണം ആത്മഹത്യയാണെങ്കിൽ തന്നെയും ആ സ്ത്രീ അനുഭവിച്ച ക്രൂരതകൾ വളരെ വലുത് തന്നെയാണ്. അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ലഭിക്കുന്നുണ്ട്. ഗോകുൽ, ആ അന്വേഷണം ഇനി എന്തൊക്കെ വിവരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും? കുടുംബം ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള ക്രൂരത ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം എന്തായാലും പോലീസ് നടത്തും. മരണം ആത്മഹത്യയാണെങ്കിൽ തന്നെയും ഈ അനുഭവിച്ച ക്രൂരത അതിന് കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലേ? തീർച്ചയായും. അതായത് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നൊരു കാര്യം, ഈ ഭർത്താവിനെ പോലീസ് രാവിലെ മുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് ആദ്യഘട്ടത്തിൽ, നമ്മൾ ഈ വാർത്ത വന്ന ആദ്യഘട്ടത്തിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ച കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നാൽ മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ളത് പറഞ്ഞു. അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് വന്നത്. അത് ഒരു തൂങ്ങി മരണമാണെന്നുള്ള വിവരമാണ് വരുന്നത്. പക്ഷേ ആ തൂങ്ങി മരണത്തിനിടയായ സാഹചര്യം, അതിലേക്ക് നേഹയെ എന്തെല്ലാം കാര്യങ്ങളാണ് നയിച്ചത്, അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനം അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ? ഏത് കാലത്തൊക്കെയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാഹം 5 വർഷം മുമ്പാണ് കഴിഞ്ഞത്. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. ഈ കുട്ടികൾ ഉണ്ടാകാൻ വൈകി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ നേഖയ്ക്ക് മർദ്ദനമേറ്റിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബന്ധുക്കൾ നമ്മളോട് നേരത്തെ പ്രതികരിച്ചപ്പോഴൊക്കെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ കാലത്ത് ഈ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും. അതനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തി ഒരു പുതിയ കേസ്, ഇപ്പോൾ അസ്വാഭാവികമായ മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അത് മാറ്റി പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്.